ഒരു തവണ ദാ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ ഇനി മീനും ഇറച്ചിയും ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതി കേട്ടോ. ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തിയിലേക്കാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വെളുത്തുള്ളിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ എത്രത്തോളമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയിട്ട് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായിട്ട് വരണം. ഈ ഒരു കളറായിട്ട് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഒരു 3 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ കാശ്മീരി മുളകാകുമ്പോൾ എരിവുണ്ടാവില്ല, കളറും കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. മുളകൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോകും കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ. ഇതുപോലെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതും കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയിട്ട് സവാളയും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഇതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരില്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂപ്പിച്ചിട്ട് ഇതൊന്ന് വറുത്ത് ഒന്നങ്ങ് ക്രിസ്പി ആയിട്ട് വരണം, ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ വറുത്തെടുത്തതിന് ശേഷം കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ട് അതൊന്ന് 2ആയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു പാകത്തെ പുളിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. ഒരു തക്കാളി തന്നെ മതി ഈ ഒരു അളവിലേക്ക്. അപ്പോൾ അത്യാവശ്യം വലിയ തക്കാളി കേട്ടോ. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ഇതുപോലെ മുറിച്ചിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് അതും 1-2ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ 2 സൈഡും ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ തക്കാളിയും നമ്മൾ ആ ഒരു സ്കിന്നുള്ള ഭാഗം കൂടുതൽ സമയം വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. എന്നാലുള്ള നമുക്കത് വെന്തിട്ട് ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് പൊട്ടിയിട്ട് അതൊന്ന് റിമൂവ് ചെയ്ത് കളയണം. സ്കിന്നില്ലാത്ത തക്കാളിയാണ് കേട്ടോ നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ആ ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ സ്കിന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ ബാക്കിയുള്ള ചേരുവകളെല്ലാം ഒരു ബൗളിലേക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാ ഇതും ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും അല്പം മല്ലിയില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ. എന്നാലുള്ള നമുക്ക് ആ ഉരുളക്കിഴങ്ങും മുളകും എല്ലാം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. വെളുത്തുള്ളിയും എല്ലാം നമ്മൾ മൂപ്പിച്ചെടുത്തതുകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ ഭർത്ത റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. ഇത് കുഴച്ചിട്ട് ചോറ് തിന്നാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്